ഇസ്ലാമിൽ നിന്ന് അയാൾ ഒഴിവായി പോയി എന്ന നിലക്ക് വിലയിരുത്തരുത്. ശാപവാക്കുകൾ അധികരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വീക്ഷണം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു ദുസ്വഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിന് പകരം നല്ല സ്വഭാവങ്ങൾ അയാളിലുള്ളത് വളർത്തിയിട്ടും വികസിപ്പിച്ചിട്ടും അദ്ദേഹത്തെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. അതാണ് നല്ല മനസ്സുള്ള ആളുകളോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല മനസ്ഥിതിയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം. അങ്ങനെയാണ് ഏതൊരു മനുഷ്യനെയും ഏതൊരു ജീവിയെയും ഏതൊരു സൃഷ്ടിയെയും അതിന്റെ നല്ല ഭാവത്തോടെ കാണാനുള്ള കാഴ്ചപ്പാട് വേണം. ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒന്നിനെയും ചെറുതാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ നിങ്ങൾ നോക്ക്, ചെറിയ കുറിയ സ്വഹാബിമാരുണ്ട്, വലുപ്പം കുറഞ്ഞവർ, നീളം കൂടിയവരും ഉണ്ട്, കറുത്തവരും ഉണ്ട്, വെളുത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരിലും ഉള്ള നന്മകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. കുറവുകളെ വിലയിരുത്തിയിട്ടല്ല ഒരാളെയും പറയാനോ മറ്റോ അവിടുന്ന് അനുഭവിച്ചിട്ടില്ല. ഒരു ചെറിയ കുറവ് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ ശകാരിച്ചു. ഒരു ചെറിയ തർക്കമുണ്ടായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുപ്പിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിച്ചു. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നു കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന സ്വഭാവം. കഴിഞ്ഞ വർഷവും ഈ വർഷത്തിന്റെ ആദ്യത്തിലും കറുത്ത വർഗക്കാരനായി എന്നതിന്റെ പേരിൽ കിരാതമർദ്ദനങ്ങൾ ഏൽക്കുന്ന ചിത്രങ്ങൾ വാർത്താ മീഡിയയിലൂടെ പലതും നാം കണ്ടു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ കറുത്ത വർഗക്കാരെ ചവിട്ടി മെതിച്ച് കൊന്നുകളയുന്നത് വരെ നാം കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ഇസ്ലാം മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അവമതിക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബഹുമാനം മനുഷ്യർക്ക് വലിയ അർത്ഥത്തിൽ അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയല്ലേ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ്. രണ്ടുപേരും വാക്ക് തർക്കങ്ങൾക്കിടയിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തപ്പോൾ യാ അബസ്സൗദാ ഇബ്ന സൗദാ എന്നൊരു പേര് വിളിച്ചു. ഇബ്ന സൗദാ, നിറം ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിളി. ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ വലിയൊരു സങ്കടം. ഈ വിളി പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും അടിമയായ കാലഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ ശേഷം ഇങ്ങനെ ഒരു പേര് വിളിക്കാറില്ല. പിന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോഴാണ് അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. സങ്കടം സഹിക്കാത്തത് കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മാനെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. കറുത്ത പെണ്ണിന് ജനിച്ച മോനെ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. അപ്പൊ സ്വന്തം കളർ മാത്രല്ല, ഉമ്മാന്റെ കളറും കൂടി പറഞ്ഞു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ച് വലിയ ഗോത്രത്തിന്റെ തലവനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. അബൂദറുൽ ഗിഫാരി തങ്ങളെ, നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവം ബാക്കിയുണ്ടോ? എന്താ നിങ്ങളാ വിളിച്ചത്? എന്തൊരു വാക്കാ നിങ്ങളാ വിളിച്ചത്? കുറവുള്ള ഒരാളെ കുറവ് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉപ്പമാരോടൊക്കെ പറയാനുള്ളത്, ഉമ്മമാരോടൊക്കെ. ഏതെങ്കിലും ഉസ്താദുമാര് വീട്ടിൽ വരുമ്പോ പഠനത്തിന് മികവ് കുറഞ്ഞ കുട്ടികളെ പറ്റിയിട്ട്, ഉസ്താദെ ഇവന് ദ്വാർക്കണം, ഇവന് ആളൊരു മണ്ടനാണ് എന്ന് പറയാൻ പാടില്ല. ഇവനൊരു പൊട്ടനാണ്, കഥല്ലാത്തവനാണ്
ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ആ കുട്ടിയെ നേരെ മുന്നിൽ നിർത്തിയിട്ട് രക്ഷിതാവ് പറയരുത്. ഈ കുട്ടിയുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഓർമ്മശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ പറയാം. ആ കുട്ടിയെ ഇവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് എന്ന അർത്ഥത്തിൽ അധിക്ഷേപിക്കരുത്. എന്നും അതൊരു മനസ്സിലൊരു മുറിവായി എവിടെ കിടക്കും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, മടയനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് എന്റെ ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകൂ. ആ കുട്ടിയുടെ മനസ്സിൽ അത് തറച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. കഴിവ് കുറഞ്ഞവനാണെങ്കിലും നല്ല കഴിവ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം, ദുആ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാം. പക്ഷേ കഴിവുകേടിലേക്ക് ചേർത്തിക്കൊണ്ട് പറയരുത്. അത് മനസ്സ് വേദനിപ്പിക്കുന്ന വിഷയമായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സ്വകാര്യമായി അവരെ സാന്നിധ്യത്തിലല്ലാതെ വിഷയങ്ങൾ പറയുകയും അതും നല്ല മനസ്സോടുകൂടെ മാത്രം നന്മ കരുതിയിട്ട് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രചോദിപ്പിക്കാനും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉണർത്തിക്കൊടുക്കാം. അവിടെയും ദുരുദ്ദേശം ഉണ്ടാകരുത്. നല്ല മനസ്ഥിതി മാത്രമേ ഉണ്ടാകാവൂ. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു. പൊരുത്തപ്പെടിച്ചത് കൊണ്ട് മാത്രം മതിയായില്ല. ആ പൊരുത്തം നന്നായി കിട്ടുന്നതിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദം പിടിച്ചുകൊണ്ട് അബൂ ദറുൽ ഗിഫാരി തങ്ങൾ പറയുന്നു, നിങ്ങളെ കാൽപാദം ഒന്ന് ഉയർത്തി തരണം, എന്റെ കവിളിലേക്കൊന്ന് ചേർത്ത് വെക്കാനാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പലതവണ പറഞ്ഞിട്ടും അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കാല് വിട്ടില്ല. നിങ്ങളെ കാലൊന്ന് ഉയർത്തി തരണം, ഈ കറുത്ത നിറമുള്ള കാല് അതെന്റെ കവിളിലേക്കൊന്ന് ചേർത്തി വെക്കട്ടെ. എന്റെ മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ മുഴുവനും അതെന്റെ മനസ്സിൽ നിന്ന് മുഴുവനും പാറിപ്പറന്നു പോകണം. നല്ല സമത്വത്തിന്റെയും സമവാക്യത്തിന്റെയും ചിന്ത മാത്രമേ എന്റെ മനസ്സിൽ വരാവൂ എന്ന നിലക്ക് ആ കാലങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അത് കവിളിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സമാധാനിച്ചു. സഹോദരങ്ങളെ, മനുഷ്യനെ ഈ രൂപത്തിൽ ഇകഴ്ത്തരുത്. സാമ്പത്തിക രംഗത്തൊരാൾക്ക് കുറവുണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ടൊരു സാധുവാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു വലിയ ആളായിട്ട് ഉയരരുത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ചിന്ത വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തങ്ങൾ ഉപദേശിച്ചില്ലേ? സഅദ് റളിയല്ലാഹു അൻഹു നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള സ്വഹാബിയായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന് തനിക്ക് നബി തങ്ങളെ മുന്നിൽ വലിയ മഹത്വവും സ്ഥാനവും ഉണ്ട് എന്ന അർത്ഥത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന വിഷയത്തെ ഒന്ന് ചികിത്സിച്ച് നിയന്ത്രിച്ചു മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ അൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളെ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും നിങ്ങളെ കൂട്ടത്തിലെ പാവങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്, സാധുക്കളുടെ പുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സാധുക്കളെ നല്ല മഹത്വമുള്ളവരായി പരിഗണിക്കണം. ദുർബലരായ ആളുകളെ അവരെ മറ്റുള്ള ആളുകളെ പോലെ കണ്ട് പരിഗണിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിച്ചേർന്നവരിൽ ഏറ്റവും അധികം ആരാണ് കൂടുന്നത് എന്ന് അബൂ സുഫിയാനോട് ഹിറഖിൽ ചക്രവർത്തി ചോദിച്ചില്ലേ? നിങ്ങളെ നാട്ടിൽ ദഅവത്ത് നടത്തുമ്പോൾ ആരാണ് കൂടുതൽ ആ നബിയെ അനുഗമിക്കുന്നത്? നിങ്ങളെ നാട്ടിലെ ദുർബലരാണോ പ്രമാണിമാരാണോ? അബൂ സുഫിയാൻ അന്ന് ഹിറഖിൽ ചക്രവർത്തിയോട് പറഞ്ഞു,
കൂടുതലും ആ നബിയെ അനുഗമിക്കുന്നത് ളുഅഫാഉന്നാസ്, ജനങ്ങളിലെ ദുർബലരാണ്. സാധുക്കളുണ്ട്, ദരിദ്രരുണ്ട്, അഗതികളുണ്ട്. അതേ രൂപത്തിൽ തന്നെ അശരണരുണ്ട്. ആരും സഹായിക്കാനില്ലാതെ ഒറ്റക്ക് കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ട്, ആണും പെണ്ണുമുണ്ട്. അവരാണ് കൂടുതലും അവിടത്തോടൊപ്പമുള്ളത്. അതേ ആ ഉത്തരം കിട്ടിയപ്പോൾ അബൂ സുഫിയാനോട് ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. പൂർവകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാര് മുഴുവനും അങ്ങനെ തന്നെയാണ്. അവരുടെ പിന്നാലെ കൂടിയതും നടന്നിരുന്നതും അനുഗമിച്ചിരുന്നതും ളുഅഫാഉന്നാസ്, ജനങ്ങളിലെ ദുർബല